الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم، يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതറിയിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. പരിശുദ്ധ റമളാനിലെ അതിനിർണായകമായ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം വിട പറയുകയാണ്. അതിന് ദിവസങ്ങൾ മാത്രം. ലക്ഷ്യം അള്ളാഹുവിന്റെ അടുത്ത് സ്വർഗം ലഭിക്കുക എന്നതാണ്. ഭൗതികമായ വിഷമങ്ങളും പ്രയാസങ്ങളും ഒന്നും അതിന് തടസ്സമല്ല. എന്റെ വിശപ്പും എന്റെ ദാഹവും എന്റെ വൈകാരിക തൃഷ്ണയും എന്റെ മറ്റ് വിഷയങ്ങൾ ഇതൊന്നും എനിക്ക് അതിന് തടസ്സമാവില്ല എന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം 20 ദിവസങ്ങൾ നമുക്കത് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയോടുകൂടിയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്. മഹാന്മാരായ സ്വഹാബത്തിന്റെ അവരുടെ തശ്മീറിനെ കുറിച്ച്, സ്വർഗം നേടാനുള്ള അവരുടെ വ്യഗ്രതയും താല്പര്യവും നമ്മൾ പഠിക്കേണ്ടതാണ്, വിലയിരുത്തേണ്ടതാണ്. അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ അതിന്റെ പ്രാധാന്യത്തിലേക്ക് കടക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ അഗ്രേസരനാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. കവിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ കൂട്ടത്തിലെ പ്രധാനിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅത്ത എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ആ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ ക്യാപ്റ്റന്മാരായി നിശ്ചയിക്കപ്പെട്ട 3 ആളുകളിൽ ഒരാളാണ്.
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തിൽ നിന്ന് ഈ മൂന്നാളുകളും ഷഹീദാക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെട്ട ആളുകളാണ് അവർ. അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു സൈന്യവുമായി മദീനത്ത് നിന്ന് പുറപ്പെടുകയാണ്. എല്ലാവരോടും അദ്ദേഹം യാത്ര പറഞ്ഞു. അങ്ങനെ യാത്ര പറഞ്ഞ് പോകുമ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കരച്ചിൽ കണ്ടിട്ട് കൂടെയുള്ളവർ ചോദിച്ചു, നിങ്ങൾ എന്താണ് കരയുന്നത്? എന്താ നിങ്ങളെ കരയിക്കുന്ന വസ്തു എന്താണ്? എന്തു പറ്റി നിങ്ങൾക്ക്? അദ്ദേഹം പറഞ്ഞു മറുപടി, വല്ലാഹി മാ അബ്കി സ്വബാബത്തുൻ ബികുൻ വലാ ജസഅൻ അല ദുനിയ. നിങ്ങളെ വിട്ടുപിരിയുന്നതിന്റെ പ്രയാസമോ ദുനിയാവിൽ ആ ദുനിയാവ് നഷ്ടപ്പെടും എന്നതിൽ, അല്ലെങ്കിൽ ദുനിയാവിൽ നിന്ന് പോകേണ്ടി വരും എന്ന വിഷയത്തിലുള്ള അക്ഷമയോ പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നുമല്ല എന്നെ കരയിച്ചത്. മറിച്ച് ഞാൻ പുറപ്പെട്ടു പോകാൻ നോക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വന്ന ഖുർആനിന്റെ ഒരു ആയത്തുണ്ട്. വലാകിൻ ദക്കർതു ഖൗലല്ലാഹി തആല വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. നിങ്ങൾ എല്ലാവരും നരകത്തിലേക്ക് കൊണ്ടുവരപ്പെടുന്നവരാണ്. നരകത്തിൽ വരാതെ ഒരാൾ പോവുകയില്ല. അഥവാ നരകത്തിലേക്ക് എത്താതെ, അതിന്റെ അടുത്തേക്ക് വരാതെ ഒരാൾ പോകില്ല. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. അത് നിന്റെ രക്ഷിതാവിന്റെ തീരുമാനമാണ്. അഥവാ സിറാത്തിലൂടെ കടന്നു പോകാത്ത ഒരാളും ഉണ്ടാവില്ല എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ ആ വാചകം ഇങ്ങനെ ഓർത്തു. അപ്പോൾ ഞാൻ എന്നെ കുറിച്ച് ആലോചിച്ചു. അങ്ങനെ ആ നരകത്തിന്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ സിറാത്തിലൂടെ കൊണ്ടുവന്നാൽ അതിനുശേഷം എന്റെ അവസ്ഥ എന്തായിരിക്കും? എനിക്ക് സ്വർഗം ലഭിക്കുമോ? അതല്ല ആ പാലത്തിൽ നിന്ന് വീണ് നരകത്തിന്റെ ഗാതഗർത്തത്തിലേക്ക് ഞാൻ വീണു പോകുമോ? സ്വർഗം ലഭിക്കണം എനിക്ക്. ആ ഒരു ആഗ്രഹമാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഞാൻ കരഞ്ഞു പോയത് എന്ന് അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു മുഅ്തത്തിന്റെ രണാങ്കണത്തിൽ വീരമൃത്യു വരിച്ച, രക്തസാക്ഷിത്വം വരിച്ച ആദ്യത്തെ മൂന്നാളുകളിൽ ഒരാൾ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു. നിങ്ങൾ കേൾക്കാം, മഹാനായ ഉമൈർ ബിൻ ഹുമാമ റളിയല്ലാഹു അൻഹു. ഉമൈർ ബിൻ ഹുമാമ റളിയല്ലാഹു അൻഹു അദ്ദേഹം കാരക്ക ഇഷ്ടപ്പെടുന്ന ആളാണ്. എപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ കാരക്ക തിന്നുകൊണ്ടിരിക്കും. ബദറിന്റെ ആ ദിവസം, ബദർ യുദ്ധത്തിന്റെ സന്ദർഭം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു, ഖൂമൂ ഇലാ ജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദ്. ആകാശഭൂമിയോളം വിശാലമായ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ എഴുന്നേൽക്കൂ, യുദ്ധത്തിന് തയ്യാറാകൂ. കാന ഫീ യദിഹി തംറാത്തുൻ. അദ്ദേഹത്തിന്റെ കയ്യിൽ അപ്പോഴും കാരക്കയുണ്ടായിരുന്നു. ഫറമബിഹിന്ന. ആ കാരക്കകൾ അദ്ദേഹം എറിഞ്ഞു കളഞ്ഞു. വഖാല, അദ്ദേഹം പറഞ്ഞു, ലഇൻ ബഖീതു ഹത്താ ആകുല തംറാതി ഹാദിഹി ഇന്നഹാ ലഹയാതുൻ ത്വീല. ഈ തംറാത്തുകൾ, ഈ കാരക്കകൾ ഞാൻ തിന്നാനെടുക്കുന്ന സമയം അത് സുദീർഘമായ സമയമാണ്. സമയമില്ല സ്വർഗത്തിലേക്കെത്താൻ. എനിക്ക് സമയം പാഴാക്കാനില്ല. ഫഖാതല ഹത്താ ഖുതില. അദ്ദേഹം ഷഹീദാക്കപ്പെടുന്നതുവരെ ബദറിൽ പോരാട്ടം നടത്തി എന്ന് ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഉമൈർ ബിൻ ഹുമാമ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലേക്ക് എത്താനുള്ള താല്പര്യ നിമിത്തം തന്റെ ആഗ്രഹങ്ങളായ, തന്റെ ഇഷ്ടഭോജനമായ തമ്രത്തുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് അതിന് സമയം കളയാനില്ല എന്ന് പറഞ്ഞ പ്രവാചകന്റെ സ്വഹാബി മഹാനായ അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു. അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണമാണ് ഘട്ടം. ആ ഉഹദിന്റെ രണാങ്കണത്തിൽ ശത്രുക്കൾ ആദ്യം പേടിച്ചോടുകയും പിന്നീട് തിരിച്ചു വരികയും മുസ്ലിമീങ്ങൾക്ക് പരാജയം ഏർപ്പെടുകയും ചെയ്ത അതിസങ്കീർണമായ യുദ്ധം. എന്തായിരുന്നു അതിന്റെ കാരണം? നിങ്ങൾക്കറിയാലോ അല്ലേ? റമളാനിന്റെ അവസാനത്തെ പത്തിൽ ഏറ്റവും ഓർത്തു വെക്കേണ്ടുന്ന വാക്കുകൂടിയാണത്. അള്ളാഹുവിന്റെ റസൂലിന്റെ അമ്രിനോട് എതിര് പ്രവർത്തിച്ചു എന്നതാണ് മുസ്ലിങ്ങൾ പരാജയപ്പെടാനുള്ള കാരണം. മുസ്ലിങ്ങൾ പരാജയപ്പെടാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ
പ്രിയപ്പെട്ടവരെ, സ്വർഗം ലഭിക്കണമോ? സ്വർഗം ലഭിക്കണമോ? അതിനോടുള്ള അടങ്ങാത്ത താല്പര്യം വേണം. അതോടൊപ്പം തന്നെ അതെങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചു തരാൻ വന്ന ആളെ ഫോളോ ചെയ്യും വേണം. അല്ലാതെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയില്ല. എന്റെ വികാരങ്ങളും എന്റെ ഇഷ്ടങ്ങളും എന്റെ താല്പര്യങ്ങളും എന്റെ നാടിന്റെ ചര്യയും പുറത്തുള്ള നാടുകളുടെ ചര്യയും ഒന്നും അല്ല വിഷയം. നബിതങ്ങൾ എന്ത് ചെയ്തുവോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞുവോ, അവിടുന്ന് എങ്ങനെയാണ് ഇബാദത്തെടുത്തത്, അവിടുന്ന് എങ്ങനെയാണ് സ്വർഗം നേടാനുള്ള പ്രവർത്തനം ചെയ്ത് കാണിച്ചു തന്നത്, പറഞ്ഞു തന്നത്, അതല്ലാതെ സ്വർഗപ്രവേശം സാധ്യമല്ല. ഉഹദിന്റെ രണാങ്കണത്തിൽ പരാജയം പെടാനുള്ള കാരണം അംറിനോടെതിരായതാണ്. എന്തായാലും ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത കലുഷിതമായ അന്തരീക്ഷമാണ്. ആ സമയത്ത് അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്നെ കണ്ടുമുട്ടിയാളോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നി ലഅജിദു റീഹൽ ജന്നതി മിൻ ദൂനി ഉഹദ്. ഉഹദിന്റെ താഴ്ഭാഗത്തു നിന്ന് സ്വർഗത്തിന്റെ സുഗന്ധം അടിച്ചു വീശുന്നു. എനിക്ക് സ്വർഗത്തിന്റെ സുഗന്ധം എനിക്ക് വരുന്നു. ഞാൻ പോകട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീരരക്തസാക്ഷിത്വം വരിക്കാനുള്ള അതീവ താല്പര്യമുണ്ട്. അങ്ങനെ അദ്ദേഹം ഉഹദിൽ ഷഹീദാക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സഹോദരിയാണ് അദ്ദേഹമാണെന്ന് തിരിച്ചറിഞ്ഞത് 60-ലധികം 70ഓളം വെട്ടും കുത്തുമേറ്റുകൊണ്ടാണ് അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ മരിച്ചു വീണത് എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. ഞാൻ 3 സ്വഹാബികളെ മുന്നിൽ വെച്ചത് അവരുടെ തശ്മീർ എന്തായിരുന്നു എന്നാണ്. അവരുടെ താല്പര്യം സ്വർഗം ലഭിക്കണമെന്നതിന് വേണ്ടി എന്തും തനിക്ക് വിലങ്ങുതടിയല്ല, അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിരുന്നു അവർ ശ്രമിച്ചത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ അത്രയധികം പരിശ്രമിക്കേണ്ടുന്ന 10ആണ്. അത്രയധികം പരിശ്രമിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫീ ഗൈരി. അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാലത്തും ചെയ്യാത്ത വിധത്തിലുള്ള ഇബാദത്തായിരുന്നു അവിടുന്ന് അവസാനത്തെ 10 ചെയ്തിരുന്നത് എന്നാണ്. മറ്റു സമയങ്ങളിൽ ഇല്ലാത്ത ശ്രദ്ധയും ജാഗ്രതയും മറ്റു സമയങ്ങളിൽ ഇല്ലാത്ത തരത്തിലുള്ള വലിയ ആവേശവും അള്ളാഹുവിന്റെ റസൂൽ അവസാനത്തെ 10 ഉണ്ടായിരുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, എന്തായിരിക്കും നമ്മളവസ്ഥ? നമ്മളവസ്ഥ എന്താണ്? റമളാനിന്റെ അവസാനത്തെ 10 എപ്പോഴേക്ക് തളർന്നു തുടങ്ങിയിരിക്കുന്നു. പള്ളികളിൽ ജമാഅത്തിന് ആളുകൾ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ളുഹറിനും അശറിനും മഗ്രിബിനും ചിലപ്പോൾ ഉണ്ടാവും, തറാവീഹിനുമില്ല, സുബൈക്കുമില്ല. എന്തു പറ്റി? എവിടെ പോയി? അവസാനത്തെ 10ലേക്ക് കടന്നു വന്നപ്പോ ക്ഷീണവും തളർച്ചയുമാണോ പിടികൂടിയത്? അല്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്ർ, അവസാനത്തെ 10 വന്നാൽ ശദ്ദ ബിസ്റഹു, അവിടുത്തെ അരമുണ്ട് മുറുക്കിക്കെട്ടും. വജദ്ദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിക്കും. വഅഹ്യാ ലൈലഹു, അവിടുത്തെ രാത്രികൾ സജീവമാകും. വഅയ്ഖളഹു ലഹു, അവിടുത്തെ കുടുംബത്തെ ഉണർത്തും. ഉറങ്ങൂല, ഉറങ്ങാൻ സമ്മതിക്കില്ല, തീരെ ഉറങ്ങൂല എന്നല്ല, അല്പമൊക്കെ. ബാക്കി സമയം മുഴുവനും ഇബാദത്തിലാണ്. കാരണം ജീവിതത്തിലെ അതിനിർണായകമായ സന്ദർഭങ്ങൾ മാത്രമാണത്. കാരണം ഒരു കാലഘട്ടം നമുക്ക് നഷ്ടപ്പെടും. ഒരു ജീവിതം ആയുഷ്കാലം മുഴുവനും ചെയ്ത പ്രവർത്തനങ്ങൾ അതിലെ ഒരൊറ്റ രാത്രി കൊണ്ട് ലഭ്യമാകും. ലൈലത്തുൽ ഖദ്ർ എന്നറിയപ്പെടുന്ന 23, 25, 21, 23, 25, 27, 29 5 ദിവസങ്ങളിൽ രാത്രികൾ സജീവമാക്കിക്കൊണ്ട് കാത്തിരിക്കേണ്ടുന്ന ലൈലത്തുൽ ഖദ്ർ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മൻ ഹുരിമ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ല. ലൈലത്തുൽ ഖദ്ർ ആർക്കെങ്കിലും തടയപ്പെട്ടാൽ അയാൾക്ക് മുഴുവൻ ഖൈറും തടയപ്പെട്ടവനായി തീർന്നു. ഒരാഴ്ചക്കാലം മുഴുവൻ ലഭിക്കുന്ന പ്രതിഫലം ലഭിക്കേണ്ട രാത്രി എങ്ങനെ കിടന്നുറങ്ങും? എങ്ങനെയാണ് നമ്മൾ തളർച്ച ബാധിക്കുക? എങ്ങനെയാണ് നമ്മൾ മടിയന്മാരാവുക? എങ്ങനെയാണ് നമുക്ക് ഇബാദത്തുകളിൽ നിന്ന് പിന്നോട്ട് നിൽക്കാൻ കഴിയുക? അവിടെയാണ് പരിശുദ്ധ ഖുർആനിന്റെ
സൂറത്ത് അൽ ഗാശിയയിലെ 2 ഭാഗം മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞു, വജൂഹു യൗമഇദിൻ നാഇമ ലിസഈഹാ റാദിയ ഫീ ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ ഫീഹാ ഐനുൻ ജാരിയ. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതിക്കേൽക്കുന്ന ആയത്തുകളാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്, അന്ന് പരലോകത്തേക്ക് എത്തുന്ന സമയം ചില മുഖങ്ങൾ അത് മിനുസം പൂണ്ടവയാണ്, നല്ല മിനുസമുള്ളതാണ്, ആനന്ദവും ആഹ്ലാദവും മലതല്ലുന്ന സുന്ദരമായ വദനങ്ങളായി ചില മുഖങ്ങൾ മാറുന്ന ദിവസം. അന്ന് ചില മുഖങ്ങൾ നല്ല മിനുസമുള്ളവയാണ്. എന്താണ് അവയുടെ ആനന്ദത്തിന്റെ കാരണം? അവയുടെ പ്രയത്നങ്ങളെ, ആ പ്രയത്നത്തെ തൃപ്തിപ്പെടുന്നവയായിരിക്കും. അഥവാ ദുനിയാവിൽ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സ്വീകരിച്ചതിന്റെ സന്തോഷവും ആനന്ദവും മലതല്ലുന്ന മുഖം, ആ വിഷയത്തിൽ സംതൃപ്തി അടയുന്ന രൂപത്തിലാകും. എന്നിട്ട് അവരോട് പറയപ്പെടും, ഫീ ജന്നത്തിൻ ആലിയ, അവരുള്ളത് എവിടെയാണ്? ഉന്നതമായ സ്വർഗങ്ങളിലാണ്. ലാ തസ്മഉ ഫീഹാ ലാഗിയ, ആ സ്വർഗത്തിൽ അവർക്ക് നിരർത്ഥകമായ അനാവശ്യമായതൊന്നും കേൾക്കേണ്ടി വരില്ല, കേൾക്കുകയില്ല. ഫീഹാ ഐനുൻ ജാരിയ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു തരം ഉറവ് ജലം അവിടെയുണ്ട്. അവിടെ കുടിക്കാൻ ലഭിക്കുന്ന ജലമുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു ഈ വിശ്വാസികളോട് പറയുന്നുണ്ട്, പരിശുദ്ധ റമളാനിന്റെ പകലുകൾ പൂർണ്ണമായും മന്നപാനീയങ്ങൾ റബ്ബിന്റെ തൃപ്തിക്കു വേണ്ടി ഒഴിവാക്കി വെച്ചവരാണവർ. അള്ളാഹുവിന്റെ പ്രീതിക്കു വേണ്ടി തിന്നരുതെന്ന് പറഞ്ഞപ്പോൾ തിന്നാത്തവരാണ്, കുടിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ കുടിക്കാത്തവരാണ്. ആ ആളുകൾക്കാണ് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സുന്ദരമായ പാനീയങ്ങളുണ്ട്. അതെ, അവരോട് പറയപ്പെടും, കുലൂ അശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. ആ കഴിഞ്ഞ ദിവസങ്ങളിൽ, ദുനിയാവിൽ നിങ്ങൾ കഴിഞ്ഞു കടന്ന ദിവസങ്ങളിൽ പട്ടിണിയിരുന്നില്ലേ ജനങ്ങളെ? പട്ടിണിയിരുന്നില്ലേ മുഅ്മിനീങ്ങളെ? തിന്നാതെയും കുടിക്കാതെയും ഇരുന്നല്ലോ. അതുകൊണ്ട് കുലൂ വശ്റബൂ ഹനീആ, മംഗളമായി ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ ഇപ്പൊ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ. അതാണ് ഖുർആൻ പറയുന്നത്, ഫീഹാ ഐനുൻ ജാരിയ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു തരം ഉറവ് ജലമുണ്ടവിടെ. ഫീഹാ സുറുറും മർഫൂഅ, അതെ, അതിൽ ഉയർത്തി വെക്കപ്പെട്ട കട്ടിലുകളുണ്ട്. വഅക്വാബും മൗദൂഅ, തയ്യാറാക്കി നിറച്ചു വെക്കപ്പെട്ട കോപ്പകളുണ്ട്. വനമാരിഖു മസ്ഫൂഫ, അണിയണിയായി നിരത്തി വെക്കപ്പെട്ട മെത്ത തലയിണകളുമുണ്ട്. വസറാബിയ്യു മബ്സൂത, വിരിച്ചു വിധാനിക്കപ്പെട്ട പരവതാനികളുമുണ്ട്. സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദുനിയാവിന്റെ വല്ലായ്മകളും ഇല്ലായ്മകളും ദുനിയാവിന്റെ ചേഷ്ടകളും മറ്റുമൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചാൽ സ്വർഗം എന്നതൊരു വലിയ അനുഭൂതിയാണ്. അത് ലഭിക്കുക എന്നതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അല്ലെങ്കിൽ എന്തിനാ വെറുതെ പട്ടിണിയിരുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് അടിച്ചു പൊളിക്കാൻ സമയം കിട്ടിയിട്ടും അതൊന്നും ചെയ്യാതെ നമ്മൾ കാത്തിരുന്നത്? പിന്നെ എന്തിനാണ് അങ്ങനത്തെ ഒരു അനുഭൂതി കിട്ടാനല്ലെങ്കിൽ? അതല്ലേ ഖുർആൻ പറഞ്ഞു, വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. അത് കിട്ടാൻ വേണ്ടി, അവിടെ ആ സുഖാനുഗ്രഹങ്ങൾ ലഭിക്കാൻ വേണ്ടി മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ. ജമാഅത്തിന് പള്ളിയിൽ വരാൻ മത്സരിക്കണം, തറാവീഹിന് പള്ളിയിൽ വരാൻ മത്സരിക്കണം,
പുണ്യകർമ്മങ്ങൾ പ്രവർത്തിക്കാൻ മത്സരിക്കണം. നിന്നേക്കാൾ മേലെ ഞാനാവണം, നിന്നേക്കാൾ മേലെ ഞാനാവണം എന്ന മത്സരം ഉണ്ടാവണം. കാരണം സ്വർഗം കിട്ടാനാണ് എന്റെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, റമളാനിന്റെ അവസാനത്തെ 10 നിന്ന് ലക്ഷ്യമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും സ്വർഗത്തിലെത്തുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മറ്റൊരു വിഭാഗം ആളുകളുണ്ട്. ആ ആളുകളുടെ പ്രത്യേകത എന്താണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവതരമായി ആ അധ്യായത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു, ചില മുഖങ്ങൾ അന്നത്തെ ദിവസം പേടിച്ച് താഴ്മ കാണിക്കുന്നവയായിരിക്കും. വല്ലാതെ ഭയന്നിരിക്കും. അവ കണ്ണുയർത്താൻ പോലും കഴിയാത്ത ഭയാശങ്കയിലാണ്. പ്രവർത്തിക്കാതെ വന്നവയല്ലവ, അവയെല്ലാം വന്നത് പണിപ്പെട്ട് അഥവാ അധ്വാനപ്പെട്ടവയായിരിക്കും, ക്ഷീണിച്ചവയായിരിക്കും. നല്ല പണിയെടുത്ത് ക്ഷീണിച്ച വന്നിക്കണത്, നല്ല പണിയെടുത്ത് ക്ഷീണിച്ച വന്നത്. പക്ഷെ എന്ത് ചെയ്യാം? അവ ചൂടേറിയ അഗ്നിയിൽ കടന്നെരിയുന്നതാണ്. അള്ളാഹുവിന്റെ ഖുർആൻ എന്താണ് പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, അന്ന് നിങ്ങൾ അവരുടെ മുഖങ്ങളൊക്കെ പേടിച്ചരണ്ട് കണ്ണ് താഴ്ത്തി ബേജാറായി നിൽക്കും. പ്രവർത്തിക്കാത്തത് കൊണ്ടല്ല, ചെയ്തിട്ടുണ്ട്, കുറെ ചെയ്തു. എന്താ ചെയ്തത്? തോന്നിയതൊക്കെ ചെയ്തു, തോന്നിയതൊക്കെ ചെയ്തു. ശരിയായി തോന്നണതൊക്കെ ശരിയാണെന്ന് വിചാരിച്ച് ചെയ്തു. അവിടെ ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് ഗൗരവത്തിൽ ഉണർത്താനുള്ളത്, എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല, അള്ളയാണ്. എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും എത്ര ചെയ്യണമെന്നും തീരുമാനിക്കേണ്ടത് ഞാനല്ല, അള്ളാഹുവിനാണ്. ഇബാദത്തെങ്കിൽ അത് തീരുമാനിക്കാനുള്ള അവകാശം അള്ളാഹുവിനാണ്. അള്ള പറഞ്ഞിട്ടുണ്ട് ഇത്ര ചെയ്യണം, അത്ര ചെയ്താൽ മതി. അത്ര വല്ലാതെ തലകുത്തി മറിയൊന്നും വേണ്ട, വല്ലാതെ ബേജാറൊന്നും വേണ്ട. അല്ല, പ്രവാചകന്റെ അടുത്ത് 3 ആളുകൾ വന്നിട്ട് പ്രവാചകനെ കുറിച്ച് ചോദിച്ചിട്ട് അവര് പോയി. ചില ആളുകൾക്ക് അങ്ങനെ തോന്നും, വൈകാരികമായിട്ട് ചിലപ്പോൾ തോന്നും അങ്ങനൊക്കെ. അത് പോരല്ലോ. ഈ റമദാനിലെ തറാവീ നിസ്കാരം എങ്ങനെ നീണ്ടു പോണ കാരണം എന്താണ്? 23, 30, 40, 45, 60 അങ്ങനെ പോകാൻ കാരണം ഈ വൈകാരികതയാണ്. അതിന് യാതൊരു അടിസ്ഥാനമില്ല. പ്രവാചകന്റെ ജീവിതത്തിൽ അവിടുന്ന് 11-ലധികം നിർവഹിച്ചിട്ടേ ഇല്ല. അതുണ്ടെന്ന് പറയാൻ പറ്റുന്ന ഒരാളും ഇന്ന് വരെ കടന്നു പോയിട്ടില്ല. പൂർവികരും പൗരാണികരും ആധുനികരുമായ ഒരാളും നബിതങ്ങൾ 11-ലധികം നിസ്കരിച്ചു എന്ന് പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ല. കാരണം പ്രവാചക ജീവിതത്തിൽ അത് ഉണ്ടായിട്ടില്ല. പിന്നെ ആരുടെ മാതൃകയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കതീറ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പിന്നെ അതിനേക്കാൾ വലിയ തെളിവ് വേറെ തെളിവില്ല. ആളുകൾ ഇങ്ങനെ ബേജാറായാണ്. അത് പോരാ, അത് ഖുർആൻ റസൂലുള്ളാഹിന്റെ വീട്ടിൽ വന്ന ആളുകൾ കഅന്നഹും തഖാല്ലുഹാ, റസൂലുള്ളാഹിന്റെ പ്രവൃത്തി കുറഞ്ഞാണെന്ന് തോന്നിപ്പോയി അവർക്ക്. അപ്പോൾ ഇങ്ങനെ പോരാ, കുറച്ച് കൂടുതലാക്കണം. അപ്പൊ എന്ത് ചെയ്തു? ഒന്നാമത്തേത് എന്ത് പറഞ്ഞു? ഇല്ല, ഞാൻ ഇനി രാത്രി ഉറങ്ങൂല, ഫുൾ ടൈം നിൽക്കാരൻ തന്നെ. രണ്ടാമത്തെ ആള് പറഞ്ഞു, ഇനി പകൽ നോമ്പൊഴിവാക്കുന്ന പരിപാടിയില്ല, ഫുൾ ടൈം നോമ്പ് തന്നെ ഇരിക്കും. മൂന്നാമത്തെ ആള് പറഞ്ഞു, ഇബാദത്തിന് കുറവ് വരുന്നതാണ്, ഈ പെണ്ണും കുട്ടികളൊക്കെ വന്നാല് അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കൂല. മനസ്സിലായി? ഇന്നത്തെ വൈകാരികതയുടെ മുന്നിൽ വെച്ച ശരിയാണത്. അത് വലിയ കാര്യമാണ്. കാരണം സ്വർഗം കിട്ടാൻ വേണ്ടി പണിയെടുക്കല്ലേ വേണ്ടത്. ആയിഷബി പറഞ്ഞു കൊടുത്തു, നബി നിങ്ങൾ 3 ആള് വന്നു ഇങ്ങനൊക്കെ സംസാരിച്ചു പോയി, പോലെ കണ്ടപ്പോ ഇവിടെ നിങ്ങൾ 3 ആളാണോ ഇങ്ങനൊക്കെ പറഞ്ഞു? അതെ. എന്നാലേ നിങ്ങൾ മനസ്സിലായിക്കോളി, ഞാന് അള്ളാഹ് റസൂലാണ്. എന്നെ അള്ളാഹു റസൂലായി നിയോഗിച്ചിട്ടുള്ളത്. ഞാനാണ് അള്ളാഹുവിനെ നിങ്ങളെക്കാൾ കൂടുതൽ പേടിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന ആള്. അതുകൊണ്ട് ഞാൻ ഉസ്വല്ലി വഅർഖുദു, രാത്രി ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. ആയിഷബി റിപ്പോർട്ട് ചെയ്ത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതം വരെ രാത്രി ഉറങ്ങാതെ നിസ്കരിച്ച ഒരു ദിവസം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇടക്ക് കുറച്ചെന്ത് ചെയ്യണം? ഉറങ്ങണം. ഇനി രണ്ടാമത് റസൂൽ പറഞ്ഞു, അസൂമു വഅഫ്തിറു, ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, നോമ്പ് മുറിക്കുന്നുണ്ട്. അഥവാ ഒരു ദിവസം നോമ്പുണ്ടാവും, അടുത്ത ദിവസം എനിക്ക് നോമ്പുണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും.
മൂന്നാമത്തേത് നിസ, ഞാൻ പെണ്ണ് കല്യാണം കഴിച്ചിട്ടുണ്ട്. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല 11 ആളുകൾ ഉണ്ടായിരുന്നു. റസൂൽ വഫാത്താകുമ്പോൾ 9 ഭാര്യമാരുണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ സുന്നത്തിനോട് ആരെങ്കിലും വിമത കാണിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല കേട്ടോ. ഇത് ഒരിടത്തേക്കല്ല, ഇത് അഫ്ലാണ്, ദീനിന്റെ അടിത്തറയാണത്. അത് പൊളിഞ്ഞു. അത് പൊളിഞ്ഞു. കണ്ണി കണ്ടവരൊക്കെ കണ്ട പോലെ ദീനായി. ആ ഇമാമ്, ഇമാമ്, മറ്റേ ആള്, മറ്റേ ഇമാമ്, ഇങ്ങനെ ഓരോരുത്തരെയും വലിയ ആളുകളായി കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെ മേലെ പ്രതിഷ്ഠിക്കാൻ നബി പറഞ്ഞതിനപ്പുറത്ത് ആര് പറഞ്ഞാലും വർത്താനില്ല. അത് സ്വഹാബി പറഞ്ഞാലില്ല. എന്റെ വാക്കല്ലോ, അത് ഞാൻ പറയുന്നൊരു വർത്താനൊന്നല്ല. ഇബ്നു അബ്ബാസ്, റഈസുൽ മുഫസ്സിരീൻ, ഇബ്നു അബ്ബാസ്, ഹിബ്റുൽ ഉമ്മ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടുത്ത ഒരാൾ വന്നു. അയാൾ വന്നിട്ട് ഒരു കാര്യം ചോദിച്ചു. ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കദ വകദ, റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു, ഖാല അബൂബക്കർ കദ വഖാല ഉമർ കദ, അബൂബക്കർ ഉമർ ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്നാ പിന്നെ അതിന്റെ എനിക്ക് ശരിയായിട്ടും അല്ല. യൂശികു أن تنزل عليكم حجارة من السماء أقول قال رسول الله وتقول قال أبو بكر وقال عمر. ഇബ്നു അബ്ബാസിന്റെ വാക്ക്. ഇബ്നു അബ്ബാസ് പറയാൻ, ആകാശത്തുനിന്ന് ചരൽക്കല്ലുകൾ നിന്റെ മേലെ വർഷിക്കാൻ എടുത്തിരിക്കുന്നു. നിനക്ക് ആകാശത്തുനിന്ന് ശിക്ഷ ഇറങ്ങട്ടടാ. അഖൂലു ഖാല റസൂലുള്ളാഹ്, ഞാൻ പറയുന്നു റസൂലുള്ളാഹ് പറഞ്ഞു എന്ന്, നീ പറയുന്നു അബൂബക്കർ പറഞ്ഞു എന്ന്. അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ മേലെയോ എന്ത് വർത്തമാനാണോ താൻ പറഞ്ഞത്? ഈ അസ്ൽ പൊളിഞ്ഞു. ഈ അസ്ൽ പൊളിച്ചപ്പോ ദീനിലേക്ക് കണ്ണിൽ കണ്ടതെല്ലാം കയറി വന്നു. ഇവനും പറഞ്ഞത് തന്നെയാണ്. ആര്? റമദാനിന്റെ 17 പോത്തിറച്ചിയും ബിരിയാണിയും ഒക്കെ വെച്ച് വട്ടി വിഴുങ്ങാൻ വേണ്ടി കേരളത്തിലെ സമസ്തക്കാരുണ്ടാക്കിയതും ഈ അസ്ൽ പൊളിച്ചാണ്. ഇങ്ങനെ തുടങ്ങുന്ന ഏത് പുണ്യകർമ്മങ്ങളും കൊണ്ടുവരുന്നത് ഈ അസ്ൽ പൊളിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ആമിലത്തുൻ നാസിബ, കുറെ പണിയെടുത്തിട്ടുണ്ടാകും, പക്ഷെ തസ്ലാ നാറൻ ഹമിയ, നരകമാണ് അവർക്ക് നരകത്തിൽ കടന്നെരിയലായിരിക്കും ഉണ്ടാവുക എന്ന. പിന്നെ അവർക്ക് കിട്ടുന്നത് തസ്ലാ നാറൻ ഹമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ, വളരെ ശക്തമായ തിളച്ച അത്യുഷ്ണമായ ഉറവുജലത്തിൽ നിന്ന് അവർ കുടിക്കപ്പെടും. ലൈസ ലഹും തഅമുൻ ഇല്ലാ മിൻ ദരിയ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ, അവർക്ക് തിന്നാൻ കിട്ടുന്ന ഭക്ഷണം വരിയാണ്. വരിയിൽ നിന്നല്ലാതെ ഭക്ഷണമില്ല. അത് കഴിച്ചാൽ അവർക്ക് ഒരു പോഷണവും കിട്ടൂല, അവർക്ക് വിശപ്പിന് പര്യാപ്തവുമല്ല. അത്ര ദുരന്തമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് സൂക്ഷിക്കണം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ, നബിയ്യനൽ ഹബീബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد اتقوا الله عباد الله. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗം തന്നനുഗ്രഹിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ സങ്കടകരമായ വാർത്തയാണ് ഫലസ്തീനിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ റമളാനിന്റെ പുണ്യ ദിനങ്ങളിൽ വരെ കിരാതമായ മനുഷ്യത്വരഹിതമായ പ്രവർത്തനമാണ് ലോകത്തിലെ ഏറ്റവും ഭീകര രാഷ്ട്രം എന്നറിയപ്പെടുന്ന ഇസ്രയേൽ, അതിന്റെ ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാധ്യത നമുക്കുണ്ട്. ആ ബാധ്യത നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ സഹോദരങ്ങളായ കഷ്ടതയും പ്രയാസങ്ങളും കുറച്ചു ദിവസങ്ങളിലേക്ക് ഒരൽപ്പം സമാശ്വാസം ലഭിച്ചിരുന്നതാണ്. അതുപോലും കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാം തകർത്തെറിയാനുള്ള വ്യഗ്രതയിൽ അത്തരം ആളുകൾ കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ ഇടപെടൽ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പല സന്ദർഭത്തിലും അവർക്ക് പരീക്ഷണമായി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവരുടെ മനസ്സിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് പുതിയ ഈ സംഭവവികാസങ്ങൾ തെളിയിക്കുന്നത്. ഉറപ്പിച്ചു തറപ്പിച്ച് പറയാം നമുക്ക്,
അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമുദായത്തെ കൈവിടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ നഷ്ടപ്പെടുത്തില്ല. കാരണം ആ സമൂഹത്തിലൂടെയാണ് ജൂതരാഷ്ട്രം നശിപ്പിക്കപ്പെടുക. ആ സമൂഹത്തിലൂടെയാണ് ഇന്ന് ആളുകളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ജൂതരാഷ്ട്രമില്ലാതെയാക്കപ്പെടുക. അതുകൊണ്ട് തന്നെ സർവം പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക എന്നത് സാധ്യമേ അല്ല. ഒരാളെ കൊണ്ടും അതിന് സാധ്യവുമല്ല. കാരണം അല്ലാഹു ആ മനുഷ്യരുടെ ഖൽബിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഈമാനിന്റെയും സബാത്തിന്റെയും കരുത്ത് ഒരു വെടിക്കോപ്പുകൾക്കും തകർക്കാൻ കഴിയുന്നതല്ല, ഒരാൾക്കും തകർത്തെറിയാൻ കഴിയുന്നതല്ല. പരിശുദ്ധ റമദാനിന്റെ രാത്രികളിൽ അല്ലാഹുവിന്റെ ഇബാദത്ത് എടുത്തുകൊണ്ട് ശക്തമായി നിലനിൽക്കുന്നവർ ബോംബിങ്ങിലൂടെ പിഞ്ചുമക്കളുടെ ചോര ഒലിക്കുന്ന ശരീരം കണ്ടിട്ടും ബേജാറായി പിന്നോട്ടോടുകയല്ല. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി അടിയുറച്ചു നിൽക്കാൻ, പിറന്ന നാടിന് വേണ്ടി അടിയുറച്ചു നിൽക്കാൻ അവർ കാണിക്കുന്ന സ്ഥൈര്യം, അത് അല്ലാഹു അവരുടെ ഖൽബിൽ കൊടുത്ത ഈമാനിന്റെ കരുത്താണ്. അത് തകർക്കാൻ നാലാള് നേരെ നിന്നാൽ പേടിച്ചോടുന്ന ജൂതന് കഴിയില്ല. ഒരു നല്ല നാളെ ആ സമൂഹത്തിനുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. അവസാനം ജൂതന്മാർക്കെതിരെ കല്ലുകളും മരങ്ങളും വരെ സംസാരിക്കും. ഓ മുസ്ലിമേ തആൽ വറാഇ യഹൂദിയൻ വഖതുൽ, ഓ മുസ്ലിം വരൂ, എന്റെ പിന്നിലതാ ഒരു ജൂതൻ ഒളിച്ചിരിപ്പുണ്ട്, വന്ന് കൊല്ലൂ എന്ന് വിളിച്ചു പറയപ്പെടുന്ന ഒരു കാലമുണ്ടാകുമെന്ന് സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നിങ്ങൾ ദ്വാരക്കണം എല്ലാവരും. ആ ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് രാത്രികാലങ്ങളിൽ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത്, താഴത്തിന്റെ സമയത്ത്, നോമ്പ് തുറക്കുന്ന സമയത്ത്, അങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശക്തമായ പ്രാർത്ഥനയാണ് ഏത് കാര്യത്തെയും കൃത്യമായി നിലനിർത്താൻ കഴിയുകയുള്ളൂ. പരിഗണിക്കണമെങ്കിൽ പ്രാർത്ഥന ഉണ്ടാവണം എന്നത് ഗൗരവതരമാണ്. അവസാനത്തെ 10 പ്രാർത്ഥിക്കണം എപ്പോഴും. അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ലൈലത്തുൽ ഖദർ ആണെന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ, മനസ്സിലായാൽ എന്താണ് നബിയെ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ ആയിഷ ബീവിക്ക് റസൂൽ പഠിപ്പിച്ചു കൊടുത്തതാണ് അല്ലാഹുമ്മ ഇന്നക അഫൂവൻ, അല്ലാഹുവേ നീ മാപ്പ് ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്, ഫഅഫു അന്നി എനിക്ക് മാപ്പ് ചെയ്തു തരണേ അല്ലാഹ് എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കണം. റമളാനിന്റെ അവസാനത്തെ 10 രാത്രികാലങ്ങളിലും പകലുമെല്ലാം ഈ പ്രാർത്ഥന കൂടെ ഉണ്ടാവണം എന്നതുകൂടി ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ പ്രവർത്തകനായിരുന്ന ഒരു സഹോദരൻ, അദ്ദേഹം കഴിഞ്ഞ ദിവസം ആക്സിഡന്റ് ആയിട്ട് അൽമാസ് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലാണ്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ശിഫ കൊടുക്കുമാറാവട്ടെ. ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങളുമൊക്കെ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അതിന്റെ കമ്മിറ്റിയിലും മറ്റു പ്രവർത്തനങ്ങളുമൊക്കെ സജീവമായിട്ടുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് എല്ലാം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാത്തരം അപകടങ്ങളിൽ നിന്നും അള്ളാഹു അദ്ദേഹത്തെ നമ്മളെയും എല്ലാം രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10 കൃത്യമായി ശക്തമായി നിലനിന്ന് അതിന്റെ പ്രതിഫലം സമ്പൂർണ്ണമായി ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയി തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ അള്ളാഹു അവർക്ക് സഹായം അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. ഗസയിലെ ഞങ്ങളെ മുസ്ലിമീങ്ങൾക്ക് നീ സഹായം നൽകണേ. ഗസയിലെ മുസ്ലിമീങ്ങൾക്ക് നീ സഹായം നൽകണേ. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അവർക്ക് നീ രക്ഷ നൽകണേ. നിന്റെ സ്വർഗത്തിൽ സന്തോഷിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ. അള്ളാഹുവേ, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ. നാളെ നിന്റെ അടുത്തെത്തുമ്പോൾ പരിശുദ്ധ റമളാൻ, പരിശുദ്ധ ഖുർആൻ പാരായണവും അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. അനുകൂലമായി ശുപാർശ ചെയ്യുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ കുടുംബം എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ സ്വർഗത്തിലെത്താൻ തൗഫീഖ് നൽകണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്
إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا، اللهم دمر أعداءنا، اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.